പെരുന്നാൾ ദിനത്തിൽ നാം പുലർത്തുന്ന ഏറ്റവും വലിയ 2 സൽക്കർമ്മങ്ങൾ, ഒന്ന് പെരുന്നാൾ നിസ്കാരവും രണ്ടാമത്തത് ഉദ്ഹിയ്യത്തുമാണ്. ചെറിയ പെരുന്നാളിലും അതുപോലെ തന്നെ ഒന്ന് പെരുന്നാൾ നിസ്കാരവും രണ്ടാമത്തത് ഫിത്ർ സക്കാത്തുമാണ്. നമുക്ക് സന്തോഷമുണ്ടാകുന്ന വേളകളിലെല്ലാം തന്നെ അള്ളാഹുവിനെയും അതോടൊപ്പം സൃഷ്ടികളെയും നാം ഓർക്കേണ്ടതുണ്ട് എന്ന വലിയ സന്ദേശമാണ് ശരീഅത്ത് ഇതിലൂടെ നമുക്ക് നൽകുന്നത്. ഒരു മുഅ്മിൻ ഇബാദത്തുകൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോയാൽ പോരാ, മനുഷ്യരോടുള്ള കടമകൾ ചെയ്യണം. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അള്ളാഹു അല്ലാതെ മറ്റൊരാളെയും ആരാധിക്കരുത് എന്ന് അള്ളാഹു വിധിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അള്ളാഹു വീണ്ടും പറയുകയാണ് വബിൽ വാലിദൈനി ഇഹ്സാന. മാതാപിതാക്കളോട് നന്മകൾ പുലർത്താനും അള്ളാഹു വിധിച്ചിരിക്കുന്നു. ധാരാളം സ്ഥലങ്ങളിൽ മനുഷ്യരോടുള്ള കടമകളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നതായി ഈ രൂപത്തിൽ പറയുന്നതായി കാണാം. ദീന് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, പാവപ്പെട്ടവരെ പരിഗണിക്കലും അശരണരെയും അഗതികളെയും ചേർത്ത് പിടിക്കലുമാണ് ദീൻ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. ദീനിനെ നിഷേധിച്ച ആളെ കാണുന്നില്ലേ എന്ന് ചോദിച്ച് അള്ളാഹു പറയുന്നത് ആരാണ്? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. അനാഥകളെ ചേർത്ത് പിടിക്കാത്തവർ, അനാഥകൾക്ക്, യതീമുകൾക്ക് സഹായങ്ങൾ നിഷേധിക്കുന്ന ആളുകൾ. അപ്പോൾ അത് ദീനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ. മിസ്കീനുകളുടെ ഭക്ഷണത്തിന് വേണ്ടി അവർ പ്രേരിപ്പിക്കുന്നില്ല, മിസ്കീനുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. യതീമുകൾക്ക് വേണ്ടിയും മിസ്കീനുകൾക്ക് വേണ്ടിയും ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവൻ ദീനിനെ കളവാക്കിയവനാണെന്നാണ് അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ജനങ്ങളോടുള്ള കടമകൾ പൂർത്തീകരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ പിണക്കങ്ങൾ, ദേഷ്യങ്ങളൊക്കെ മാറ്റി എല്ലാ മുഅ്മിനീങ്ങളെയും ആദരിച്ച് വലിയ ആദരവ് മുഅ്മിനീങ്ങൾക്കെല്ലാം നൽകി മുഅ്മിനീങ്ങളോടുള്ള കടമകൾ നമ്മൾ പൂർത്തീകരിക്കണം. അതിനുവേണ്ടി നാം ഈ ഒരു പെരുന്നാൾ സുദിനം ചെലവഴിക്കുക. കുടുംബ ബന്ധങ്ങൾ ചേർത്തും സുഹൃത്തുക്കളെ സന്ദർശിച്ചും കോൾ ചെയ്തും സന്തോഷിപ്പിച്ചും ബന്ധങ്ങൾ ചേർക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.